റാം, വേഗം വരണേ. 10 മണിക്കാ ട്രെയിൻ. ജിഗയെ വിളിക്കാൻ പോണ്ടതാണേ. ആ മിത്ര, ഞാൻ മറന്നിട്ടില്ല, പൊക്കോളാം. അല്ലമ്മേ, ആരാ ജിഗ? അത് സർപ്രൈസ്. അല്ല മിത്തു, എന്ത് സർപ്രൈസിന്റെ കാര്യം നീ പറയുന്നേ? അച്ഛാ നോക്ക്, ഏതോ ഒരു ചേച്ചി വരുന്നുണ്ട്. പക്ഷെ എന്നോട് മാത്രം അമ്മ പറയുന്നില്ല. അയ്യോ എന്റെ ജാനു, ഇപ്പൊ നിനക്ക് അത് ആരാണെന്ന് അറിഞ്ഞാ പോരെ. അത് റാമിന്റെ കൂടെ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാ. റാമനാണെങ്കിൽ ജിഗ സ്വന്തം പെങ്ങളെ പോലെയാ. ജിഗയ്ക്കും അങ്ങനെ തന്നെയാണ്. അപ്പോ ജിഗ ഇന്ന് രാവിലെ 10 മണിക്കത്തെ ട്രെയിന് നമ്മളെല്ലാം കാണാൻ വരുന്നുണ്ട്. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അതാ സർപ്രൈസ് എന്ന് പറഞ്ഞ. ഇവൾക്ക് അറിയില്ലല്ലോ. അതാ. ജാനു, കിട്ടണ്ടൊക്കെ കിട്ടിയല്ലോ. ഇപ്പൊ അറിഞ്ഞല്ലോ അത് ആരാണെന്ന്. ഇനി പൊയ്ക്കോ. എന്നാ ഞാനും അങ്ങോട്ട് പോവാൻ പറ്റൂ. ഈ റാം ഇത് എവിടെ പോയി? ജിഗയുടെ കാര്യം ഇനി മറന്നിട്ടുണ്ടാവോ? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ റാം, താനിത് എവിടെയാ? ഇപ്പൊ തന്നെ 9 മണിയായി. ഇനി 1 അവറേ ഉള്ളു അവള് വരാൻ. താൻ വരുന്നില്ലേ? ഞാൻ മറന്നിട്ടൊന്നുമില്ല. ബട്ട് എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല മിത്ര. ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുക. ആണോ? അല്ല, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മിത്ര, ദേവൻ വീട്ടിലുണ്ടോ? ആ, ദേവേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. എന്നാ താൻ വെക്ക്, ഞാൻ ദേവനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ആ ഓക്കെ റാം, താനൊന്ന് വിളിച്ചു നോക്കാം എന്തായാലും. ഹലോ ദേവ, താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമായിരുന്നു. ആ റാം, എന്താന്ന് വെച്ചാ പറ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. പിന്നെ ദേവ, ചിക അവളെനിക്ക് എൻ്റെ അനിയത്തിയെ പോലെയാണ്. അവളിന്ന് 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ട്. ഞാൻ വിളിക്കാൻ വേണ്ടി പോകാനായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. തനിക്ക് വിരോധമില്ലെങ്കിൽ താനൊന്ന് പോയി വിളിക്കുമോ അവളെ? ആറാം, അതിനെന്താ, ഞാൻ പോയി വിളിക്കാലോ. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ട്. ഞാനാണെങ്കിൽ ആ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ. പിന്നെങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് വരിക? അത് ശരിയല്ലേ. ഞാൻ എന്തായാലും അവളുടെ ഒരു പിക്ക് വാട്സാപ്പിൽ അയച്ചേക്കാം. അപ്പോൾ ഓക്കെ ആവുമല്ലോ? ഓക്കെ റാം, ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം. ദേവ, പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ അവൾ ഉണ്ടാവണം. അവൾ ഈ ടൈമിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതാ. റാം, നീ പേടിക്കണ്ട. ടൈമിങ്ങിൽ ഞാനത്ര മോശമൊന്നുമല്ല. ഞാൻ കറക്റ്റ് സമയത്ത് പോയിക്കോളാം. ഓക്കെ ദേവ, വീട്ടിൽ വന്നിട്ട് വിളിക്കും. അല്ലല്ലോ ജാനു, എന്താ കാര്യം? പിന്നെ ചാച്ചന്റെ കല്യാണം കഴിഞ്ഞ ജാനുമോളോട് ഇപ്പൊ ഉള്ള പോലുള്ള ഇഷ്ടമുണ്ടാക്കോ? അതെന്താ ജാനു അങ്ങനൊരു ചോദ്യം? ഈ ചാച്ചന് എന്റെ ജാനുമോള് കഴിഞ്ഞല്ലേ വേറെ ആരുള്ളൂ. നിന്നോടുള്ള സ്നേഹം കൂടുന്നതല്ലാതെ ഇന്ന് വരെ കുറഞ്ഞിട്ടില്ല. നീ എനിക്കെന്റെ സ്വന്തം മോള് തന്നെയാ. ഇനി ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും ഈ ചാച്ചന്റെ പൊന്നുമോള് എന്നും ചാച്ചന്റെ മാത്രമായിരിക്കും. ഒരിക്കലും ഈ ചാച്ചന്റെ നിന്നോടുള്ള സ്നേഹം കുറയില്ല. അയ്യോടാ, അത് ചാച്ചൻ അറിയാലോ. എന്റെ ജാനുവിന് എന്നോട് എന്തോരം ഇഷ്ടമുണ്ടെന്ന്. അതിങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ നന്ദൂട്ടനോട് പറഞ്ഞത് ജാനുമോള് കേട്ടില്ലേ? എന്റെ മാലാക്ക എപ്പോ വരുന്നു അപ്പോ അങ്ങ് കെട്ടു. എന്റെ കുഞ്ഞിക്കണ്ണനോട് പ്രാർത്ഥിക്കണുണ്ട്. ചാച്ചന്റെ മാലാക്കി വേഗം ചാച്ചന് കൊടുക്കണേന്ന്. ആണോ? അയ്യോ, സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ചാച്ചന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം കേട്ടോ. ഓക്കേ ചാച്ചാ, പോയിട്ട് വേഗം വരണേ. ജാനുമോളെ, ചാച്ചൻ പോയിട്ട് വേഗം വരാവേ. മോളെ പോയി കളിച്ചോ. അവനോട് സംസാരിച്ചിരുന്ന സമയം പോയത് പോലും അറിഞ്ഞില്ല. ഞാൻ ആകെ ലേറ്റായി പോയല്ലോ ദൈവമേ. ഈ മുടിഞ്ഞ ട്രാഫിക്ക് കാരണം ഞാൻ വീണ്ടും ലേറ്റായി. അയ്യോ, 10:30യോ? റാം പറഞ്ഞത് ആ കൊച്ചു ടൈമിൻ്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണെന്നല്ലേ? എൻ്റെ ദൈവമേ, ട്രെയിൻ ലേറ്റായിട്ടേ വരാവുള്ളേ. എന്നെ കാത്തോണേ നീ. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ തന്നെ വിളിച്ചത്. എന്നെ ഈ അഡ്രസ്സിലൊന്ന് കൊണ്ടുവിടോ. ഇവിടെ നോക്കിയിട്ട് വേറെ ടാക്സി ഡ്രൈവർമാരെ ഒന്നും കണ്ടില്ല. ഡ്രൈവർ? അതെ,
വേണമെങ്കിൽ ഞാൻ എക്സ്ട്രാ പേ ചെയ്യാം. എടി എടി, എന്നെ കണ്ടിട്ട് നിനക്ക് ഡ്രൈവറായിട്ടാണോ തോന്നുന്നത്? അല്ല, എനിക്ക് ആദ്യം തോന്നിയത് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ആണെന്ന്. പിന്നെ തന്റെ ഡ്രസ്സ് കണ്ടപ്പോൾ മനസ്സിലായി താൻ ഡ്രൈവർ ആണെന്ന്. പിന്നെ എനിക്കൊരു പേരുണ്ട്, അത് വിളിക്കണം. എന്ത് ക്ലീനിങ് സ്റ്റാഫോ? അതും എന്റെ സുന്ദരമായി മുഖം നോക്കിയിട്ട്? അതെ, എനിക്ക് വഴക്കിടാൻ സമയമില്ല. പ്ലീസ് എന്നെ ഈ അഡ്രസ്സിൽ ഒന്ന് കൊണ്ടുവിടുമോ? ഗോഡ്, ഞാൻ തന്നോട് പറഞ്ഞില്ലേ ഞാൻ ഡ്രൈവർ അല്ലെന്ന്. രാവിലെ തന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്നതെന്ന് തോന്നുന്നു. മെന്റൽ ഹോസ്പിറ്റലിൽ ചാടി വന്നതിന്റെ മറ്റവളാണ്, അവളോട് പോയി പറയും. പിന്നെ എന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുള്ള നിന്റെ ഈ പേട്ടത്തല ഞാൻ അടിച്ച് തിരിക്കും. പേട്ടത്തലേന്നാ? എടി 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 കള്ളിപ്പൂച്ചെ, നീ ഒരു പെണ്ണായി പോയി, അല്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിഞ്ഞേനെ. പിന്നെ നീ തല്ലാൻ വരുമ്പോ ഞാൻ ഇവിടെ നിക്കാൻ പോലെ. നീ ഒന്ന് തല്ലി നോക്കടാ, വാടാ. എടാന്നാ, ഇത് വട്ട് കേസ് തന്നെ. പട്ട് നിന്റെ മറ്റവക്ക്. പിന്നെ നിന്നെ കണ്ടാലേ അറിയാം നീ ഒരു ഉടായിപ്പാണെന്ന്. പിന്നെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ വായി നോക്കിയെന്ന്. ഒരിടയ്ക്ക് നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നിന്നാലുണ്ടല്ലോ. നിന്നാ നീ എന്ത് ചെയ്യുന്നെ? അപ്പൊ ഇതാണല്ലേ മോഹൻലാൽ അന്വേഷിക്കുന്ന മാടമ്പിയിലെ മാനസിക രോഗി. ഞാൻ പോന്നു. ഞാനിങ്ങനെ കണ്ണി കണ്ട പൊട്ടന്മാരോടൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. വെറുതെ എന്റെ സമയം പോയി. അയ്യോ, ആരായാലും ഇവളെ കിട്ടുന്നതിന്റെ കാര്യത്തില് തീരുമാനമായി. കാണാനൊക്കെ കൊള്ളാം, പക്ഷേ വാ തുറന്നാ പോയില്ലേ. ഞാൻ ഈ ഫോൺ എടുക്കാനും മറന്നുപോയി. ഇനി ഈ കൊച്ചിനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും ഈശ്വര? അടിപൊളി. എന്താ ലേറ്റായേ? ഇത്ര നേരം ഇത് എവിടെയായിരുന്നു? എന്റെ പൊന്നു മിത്തു, ഞാനിനി ആ കൊച്ചിനെ നോക്കാത്ത സ്ഥലമില്ല. സാരല്ലേ, ദേ ഇത് ആരാണെന്ന് നോക്കിയേ. ഹലോ, ഇവളെന്താ ഇവിടെ? ഇവിടെ എന്റെ പൊന്നു മിത്തു, ഇവള് പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത്. ഇവളെ കണ്ടാലേ അറിയില്ലേ ഇവളൊരു ഗുഡായിപ്പാണെന്നും. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവളെ എന്നായിട്ട് നടക്കി എന്നുള്ള സത്യം. അതിന്റെ പേരിൽ വീട്ടിലൊക്കെ കയറി വരാന്ന് വെച്ചാ ചേച്ചേ, നിനക്കറിയാലോ ഞാനാകെ മാനയായിട്ട് സംസാരിക്കാറുള്ളൂ. ഇവളെന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഞാനും അങ്ങനെ സംസാരിച്ച. അയ്യോ ദേവേട്ടൻ എന്താ പറ്റേ? ഇതാ ജിഗ, ഇതാ ദേവേട്ടൻ. ഓഹോ, അപ്പൊ ഇതാണല്ലേ ദേവേട്ടൻ. ശരിയാക്കി തരാ ഞാൻ. ഓ, ഇവളായിരുന്നു ജിഗ. ഈശ്വര, ഇവളും ഞാൻ ഇനി ഒരു വീട്ടില് അടിപൊളി. ഇവിടെ ഇനി എന്തൊക്കെയാ ദൈവമേ നടക്കാൻ പോകുന്നത്? ആ മോളെ, നീ ഇതെങ്ങോട്ടാ രാവിലെ തന്നെ പോകുന്നേ? അത് അങ്കിൾ, എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. ചേച്ചി ഒന്നെന്റെ കൂടെ വരുമോ? എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും പരിചയമില്ലാത്തോണ്ട്. അയ്യോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. പക്ഷെ പേടിക്കണ്ട, ഞാൻ ദേവേട്ടനോട് പറയാം. അയാളോടോ? അത് വേണ്ടായിരുന്നു. പേടിക്കണ്ട, ദേവേട്ടൻ കാണുന്ന പോലെ ഒന്നല്ല, പാവാ. ദേവേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ മിത്തു, എന്തിനാ വിളിച്ചേ? അല്ല, നമ്മുടെ ജിഗയ്ക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അവളുടെ കൂടെ ഒന്ന് പോയി വരുമോ? ഞാനോ? എനിക്ക് കുറെ മെയിലൊക്കെ ചെക്കാനുണ്ട് മിത്തു. ദേവേട്ടാ, എന്തിനീ കള്ളം പറയുന്നേ? അവൾക്ക് ഈ സ്ഥലമൊന്നും അറിയില്ലല്ലോ, ഒന്ന് കൂടെ പോയിട്ട് വാ. മിത്തു, അത് പിന്നെ ഞാൻ പോയാൽ ശരിയാവില്ല. അതാ. അതൊന്നും എനിക്ക് കേൾക്കണ്ട, രണ്ടാളും പോയിട്ട് വാ. മിത്തു, നീ എന്നെ നാശത്തിലേക്കാണല്ലോ തള്ളി വിടുന്നത്. വാ, പോകാം. അതെ, സോറി, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ അങ്ങനെ സംസാരിച്ചതിനൊക്കെ. ഞാൻ അത്ര ദേഷ്യക്കാരിയൊന്നുമല്ല, എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചോണ്ടാ. അപ്പോ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാല്ലേ? ആ, സാരമില്ലെന്നേ, ഞാനും കുറച്ച് ഓവറായിരുന്നല്ലോ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അല്ല, വൈഫ് എന്ത് ചെയ്യുന്നു? അതിന് എന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഞാൻ വിചാരിച്ചു കല്യാണമൊക്കെ കഴിച്ചു. അല്ല, പക്ഷേ ഉടനെ ഉണ്ടാവും. അല്ല, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. എനിവേ, ഞാൻ ജിഗ. ആ, ഇങ്ങനെ ആരെ നോക്കുന്നേ? വായി നോക്കി കണ്ട പെമ്പിള്ളാരെ വായി നോക്കി നിൽക്കാവൻ. എന്താ വിളിച്ചേ? വായി നോക്കിയെന്നോ? ഈശ്വര, ഇങ്ങനെ കേട്ടോ? അല്ല, ഞാൻ വെറുതെ. ഞാനങ്ങനെ പെമ്പിള്ളാരെ ഒന്നും വായി നോക്കാറില്ല. ആണല്ലേ, സോറി. നമുക്ക് ഡ്രസ് എടുക്കാൻ പോവാം. അതെ, വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അഥവാ കുഴപ്പമുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തേ പറ്റൂ. ഞാൻ പോയി ഒരു ഡ്രസ് ഇട്ടിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് പറയണേ. ആ, ഓക്കെ, താൻ പോയിട്ടോ. ഇങ്ങനെന്താ നോക്കാത്തെ? മുന്നേ വരെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ പനിയായോ പെട്ടെന്ന്? അല്ല, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? എനിക്ക് ചേരുന്നുണ്ടോ? ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഓ, ഇങ്ങനെ എന്ത് സ്വഭാവമാണ്? വലിയ കുഴപ്പമില്ലെന്നോ?
അതെ, എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെന്താ പെട്ടെന്ന്? വെയിറ്റ്, നീ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നതല്ലേ? ഞാൻ തന്നെ ഒരെണ്ണം സെലക്ട് ചെയ്ത് തരാം. ശരിക്കും? എന്നാ ഓക്കെ. ആ മോനെ ദേവ, നീ വന്നു. നാളെ നമുക്കൊരു പെണ്ണ് കാണാൻ പോകാനുണ്ട്. അച്ഛാ, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? ഒരു പൊന്നു മോനെ ദേവ, നീ പറയുന്ന പോലെ മാലാഖയോ ദേവതയോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും നോക്കിയിരുന്നാലേ എന്റെ കാറ്റ് പോയി കിട്ടും. എന്നാലും ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു. ചാച്ചാ, ചാച്ചനൊപ്പം നാളെ പെണ്ണ് കാണാൻ പോവാണോ? എന്നാ അച്ഛൻ പറയുന്നേ, പക്ഷെ എനിക്കിതിലൊരു താല്പര്യമില്ല മോളെ. എന്നാ ചാച്ചന് ജിത ചേച്ചിയെ നോക്കിക്കൂടെ? പാവം ചേച്ചിയാ. അവളെയോ? അതിലും ഭേദം ചാച്ചൻ ട്രെയിന് തലവെക്കുന്നതല്ലേ മോളെ? അല്ല ചാച്ചാ, ചേച്ചി പാവാ, ചാച്ചന് തോന്നുന്നതാ. എന്തായാലും ചാച്ചൻ ആലോചിക്ക്, ഞാൻ പോവാ. ചിലപ്പോ അവളാകൂ എന്റെ മാലാഖ. ശരിയാ. എനിക്ക് നാണം വരുന്നു. ഹേ, ഗുഡ് മോർണിംഗ്. ഇവളെ കാണാൻ എന്നത്തേക്കാളും നന്നായിട്ടുണ്ടല്ലേ ഇന്ന്. ഇയാളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇനി ഗുഡ് മോർണിംഗ് പറഞ്ഞത് കേട്ടില്ലേ? ഹലോ. താനോ? എന്താ? ഒന്നുമില്ല, വെറുതെ. അല്ല, ഇന്നലെ ജാനുമോള് പറയുന്ന കേട്ടു ഇന്ന് പെണ്ണ് കാണലൊക്കെ ആയിരുന്നു. പെണ്ണ് കാണലായിരുന്നു. പെണ്ണിനെ കണ്ടു, തിരിച്ചു വന്നു. ആണല്ലേ? എന്നിട്ട് ഇഷ്ടായോ? അങ്ങനെ ചോദിച്ചാ ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. അല്ല, ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കണ്ടിട്ടൊരു പാവാന്ന് തോന്നുന്നു. പക്ഷെ ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് ഈ കൊച്ചിനെ തന്നെ മതി. പക്ഷേ ഇയാളെയാണല്ലോ ദൈവമേ ഞാൻ സ്നേഹിക്കാന്ന് വെച്ചത്. അല്ല, താൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ? ഞാൻ ഒറ്റയ്ക്കാ. അപ്പൊ നമ്മൾ രണ്ടുപേരും ബോറടിച്ചിരിക്കാ. നമുക്കൊന്ന് പുറത്തു പോയാലോ? അതിനെന്താ? ഓക്കെ, താനെന്നാ പോയി വേഗം റെഡി ആയിട്ടോ. ഓക്കെ. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ജാനു വീട്ടിലില്ലല്ലോ. അവളില്ലാത്തപ്പോ ആകെ ബോറടിയാ. അപ്പൊ താനും ബോറടിച്ചിരിക്കല്ലേ, തനിക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് വെച്ച് വിളിച്ചത്. ആണല്ലേ? അപ്പോ ജാനുവിനെ ഒരുപാട് ഇഷ്ടാണല്ലേ? ഇഷ്ടാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടാ എന്റെ ജാനുമോളെ. എൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും കാരണം അവളാ. അവള് റാമിൻ്റെ മോളാണെങ്കിലും എൻ്റെ മോളെ എനിക്കവള്, എൻ്റെ സ്വന്തം കുഞ്ഞ്. പിന്നെ അവളുടെ സ്ഥാനത്ത് എൻ്റെ മനസ്സിലിരിക്കാൻ ഇനി ഒരാൾക്കും കഴിയില്ല. ജാനുവായിട്ട് വല്ലതും ചിന്തിച്ചാൽ മതിയായിരുന്നു. ഞാൻ തന്നോട് ഒരു കാര്യം പറയട്ടെ? പെണ്ണ് കാണേണ്ട ബാക്കി കഥയായിരിക്കും. ഞാൻ ശരിക്കും പെണ്ണ് കാണാനൊന്നും പോയില്ല. ഞാൻ തന്നെ അടുത്ത് വെറുതെ പറഞ്ഞതാ. ശരിക്കും? അതെന്തായാലും നന്നായി. അതെന്താ അങ്ങനെ? അപ്പന്റെ കല്യാണം കാണുമ്പോ തനിക്ക് ആഗ്രഹമൊന്നുമില്ലേ? അതല്ല, ദേവേട്ടന് വേറെ നല്ല പെണ്ണിനെ കിട്ടില്ലേ, പിന്നെന്തിനാ ഇങ്ങനൊക്കെ കാണുന്നത്? ശരിയാ, ഞാനൊരു പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ട്. പെണ്ണിനും കൂടെ സമ്മതമാണെങ്കിൽ അങ്ങ് കെട്ടിക്കളയാം. അല്ല, താനെന്താ എന്നെ ഇപ്പൊ വിളിച്ചേ? ദേവേട്ടനോ? എന്തോ പറ്റിയതെനിക്ക്? അയ്യോ, സമയം കുറെ നമ്മൾ വന്നിട്ട്, നമുക്ക് വീട്ടിൽ പോവാം. ജാനു, നീ ചോദിക്ക് ജാനു. ചേച്ചി ചോദിച്ച അമ്മ സമ്മതിക്കും. എന്താ ഇത് രണ്ടും കൂടെ നിന്ന് പരിങ്ങുന്നേ? എന്താ കാര്യം പറ. അല്ല ചേച്ചി, ഞാനും ജാനുമോളും ഇന്ന് ഒരുമിച്ച് കിടന്നോട്ടെ. കൊള്ളാം, അതിനാണോ രണ്ടാളും ഇങ്ങനെ പരിങ്ങുന്നേ? ജാനുട്ടാ, ചേച്ചീനെ ബുദ്ധിമുട്ടിക്കാതെ കേട്ടോ. ജാനുവിന് ചാച്ചനെ ഒരുപാട് ഇഷ്ടാണല്ലേ? ചേച്ചി, എനിക്ക് ചാച്ചനെ ഒരുപാട് ഇഷ്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടാണ്. എന്താ ചേച്ചി ഇപ്പൊ പറഞ്ഞേ? എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. ജാനുമോള് കിടന്നോ? എടാ, എന്താ ഇപ്പൊ ഇത്? എൻ്റെ മനസ്സിലും മൈൻഡിലും എല്ലാം ജികയാണ്. ഇനി അവൾക്കും ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ഒരിഷ്ടം ഉണ്ടാകും. എന്തായാലും രാവിലെ ആയിട്ട്. ചേച്ചി കൊറേ നേരമായി എണീറ്റിട്ട്. എന്നിട്ട് എന്താ എന്നെ വിളിക്കാൻ? ഞാൻ എണീറ്റപ്പോ ജാനു നല്ല ഉറക്കായിരുന്നു, അതുകൊണ്ടാ. ആണോ? ജാനു, ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ചേച്ചി? എന്താണെങ്കിലും ചോദിച്ചോ. അത് പിന്നെ ജാനുവിന്റെ ചാച്ചനെ ചേച്ചിക്ക് തരുമോ? ചേച്ചി പൊന്നു പോലെ നോക്കോളാം. എന്താ ചോദിച്ചേ? അമ്മേ
അച്ഛാ അയ്യോ കുഴപ്പമായി ജാനു ഓടല്ലേ പ്ലീസ് നിക്ക്. മോളെ ജാനു ഇങ്ങനെ ഓടല്ലേ, എന്താ എന്താ കാര്യം? അപ്പൂപ്പ അത് എന്താ ജാനു എന്താ കാര്യം? മോൾ എന്തിനാ ഇങ്ങനെ ഓടി വരുന്നേ? എന്താടാ കാര്യം? ചേച്ചി എന്റെ അടുത്തല്ലേ? ചേച്ചി എന്താ പറഞ്ഞ മോൻ്റെ അടുത്ത്? ജാനു അയ്യോ നിങ്ങൾ ആ കൊച്ചിനൊന്ന് സമാധാനം കൊടുക്ക്. എന്താ ജാനു എന്താ കാര്യം? നന്ദൂട്ടാ ചേച്ചി എന്റെ അടുത്ത് ചോദിക്കാ എന്റെ ചാച്ചനെ ചേച്ചിക്ക് കൊടുക്കുമെന്ന്. ഇതൊക്കെ എപ്പോ? സത്യായിട്ടും ഇതൊന്നും എനിക്കറിയില്ല. ജിക അങ്ങനെ പറഞ്ഞു മോളോട്? ആഹാ ആള് കൊള്ളാലോ. എന്നിട്ട് എവിടെ നിന്റെ ചേച്ചി? അവിടെ നിക്കണ കണ്ടോ? പേടിച്ച് നിക്കാ ചേച്ചി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വെറുതെ തമാശക്ക്. ഞങ്ങളാരും ഇങ്ങനത്തെ തമാശയൊന്നും പറയാറില്ല അല്ലേ റാം? ഞങ്ങളാരും ഇങ്ങനത്തെ തമാശ പറയാറില്ല. പിന്നെ ദേവൻ നിന്നോട് ഇങ്ങനത്തെ വല്ല തമാശ പറഞ്ഞായിരുന്നോ? ഈ അച്ഛനെ കൊണ്ട് ജിക എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ചെല്ല് ഒരുപാട് സംസാരിക്കാനുണ്ടായിരിക്കും അവന്. അവൻ ദേവേട്ടൻ ആകെ ചമ്മി നിക്ക. ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ പുള്ളിജി വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്തായാലും നമുക്കിത് ആലോചിക്കാം അല്ലേ ജികമോളെ? ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടം. അതെ നന്ദേട്ടാ, നമുക്കിത് നടത്തി കൊടുക്കാം അല്ലേ? എന്താ നീ ജാനുവിനോട് പറഞ്ഞേ? സത്യമാണോ അത്? ഇങ്ങനെ ഭീഷണിപ്പെട്ട് ചോദിച്ചാ ഞാനൊന്നും പറയില്ല. ഓക്കെ, ഇനി പറ, നീ ജാനുവിനോട് പറഞ്ഞ കാര്യം സത്യമാണോ? ശരിക്കും നിനക്കെന്നെ ഇഷ്ടമാണോ? അത് ഇഷ്ടമാണെന്ന് പറഞ്ഞാ നിങ്ങൾ എന്നെ തല്ലോ? വേണ്ടി വന്ന തല്ലി. എന്നാ 2 തല്ല് കിട്ടിയാലും വേണ്ടില്ല. എനിക്ക് കള്ളം പറയാനൊന്നും അറിയില്ല. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ ഇതെങ്ങനെ പറയുമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോ ദേവേട്ടന് ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നു, പക്ഷേ തുറന്നു പറയാൻ പേടിയായിരുന്നു. ഞാൻ പറയുമ്പോൾ നീ നോ പറഞ്ഞാൽ അതെനിക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദേവാ ഒരുപാട് ഓവറാക്കണ്ട. കല്യാണം കഴിഞ്ഞും വല്ലതും സംസാരിക്കാൻ വേണ്ടേ? റാം, നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ മാത്രമല്ല എല്ലാവരും ഉണ്ട്. അപ്പോൾ എങ്ങനെയാ? കല്യാണം അല്ലേ?